നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ലെജൻഡായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ഇളയരാജ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് വളരെ പണ്ട് തൊട്ട് തന്നെ അറിയാം. ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ആളുകൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ സ്ഥിരം ഉണ്ടാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് മറ്റ് സിംഗേഴ്സ് അതുപോലെ ഡയറക്ടേഴ്സ് അവരുടെ സിനിമയിൽ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ അദ്ദേഹം സ്ഥിരമായിട്ട് കേസുകൾ ഫയൽ ചെയ്ത് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം വാർത്തയുടെ അടിയിൽ ഞാൻ ഒരുപാട് കമൻസുകൾ കാണാറുണ്ട്. ഇദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തെറി പറഞ്ഞിട്ട്. ഇദ്ദേഹം വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, പക്ഷെ വളരെ മോശം വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ഒരുപാട് തെറികൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇളയരാജയെ പറ്റിയാണ്. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കോപ്പിറൈറ്റ് കേസുകളിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഏതൊരു സൃഷ്ടിയും പോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇങ്ങനെ എന്തൊരു സംഭവമാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന ആൾക്കാണ് അതിൻ്റെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ സമ്മതമില്ലാതെ മറ്റൊരു കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഒരാൾക്കും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിയമം. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു മ്യൂസിക് ചിട്ടപ്പെടുത്തുന്നു, അതിലെ ലിറിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഒരു സൃഷ്ടിയാക്കി മാറ്റുന്നു. ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് പണം മുടക്കുന്ന ആള് ഇതിലെ നിർമ്മാതാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പിറൈറ്റ് വരുന്നത് നിർമ്മാതാവിനാണ്. അവര് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ എഗ്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നിർമ്മാതാവ് ഒരു സിനിമ എടുക്കുകയാണ്. ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും കൂടിയിട്ട് അതിൽ ആരുടെ പാട്ട് വേണം, ഇളയരാജയുടെ പാട്ട് വേണം എന്നൊക്കെ അവർ തീരുമാനിച്ച് ഇളയരാജയെ പോയി സമീപിക്കുന്നു. ഇളയരാജയ്ക്ക് അവർ പണം കൊടുത്ത് അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ കോപ്പിറൈറ്റ് വരുന്നത് ഇതിൽ പണം മുടക്കിയ ആൾക്കാണ്. അത് ഏതൊരു സൃഷ്ടിയാണെങ്കിലും അതിൽ പണം മുടക്കിയ ആൾക്കാണ് അതിൻ്റെ അവകാശി. അപ്പോൾ ഇളയരാജയുടെ കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഇതിൽ വായിച്ചതാണ്. ഇളയരാജ ഒരു സിനിമയ്ക്ക് പാട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ റൈറ്റ്സ് അദ്ദേഹത്തിന് തന്നെ വേണം എന്നുള്ളൊരു കണ്ടീഷൻ വെക്കാറുണ്ട് എന്നാണ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത്. അതിൻ്റെ വസ്തുത എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് കേട്ടറിവാണ് എൻ്റെത്. ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. ഏതൊരു പാട്ട് അദ്ദേഹം ഉണ്ടാക്കുകയാണെങ്കിലും അവർ ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ നിർമ്മാതാവിനായിട്ട് ഒരു എഗ്രിമെൻ്റ് വെക്കും ഇദ്ദേഹം. അതായത് ഈ പാട്ടിൻ്റെ അവകാശം പണം മുടക്കുന്ന നിർമ്മാതാവിനല്ല, അത് തനിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇളയരാജയുടെ ഒരു പ്രധാന കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചത് കൊണ്ട് ആയിരിക്കുമല്ലോ ഇവർ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺമണി ആ സോങ് ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഏതൊരു സോങ് ആണെങ്കിലും ഇദ്ദേഹം ഉണ്ടാക്കിയത് പണം വാങ്ങിയിട്ടാണെങ്കിലും ഒരു നിർമ്മാതാവിന് വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടാണ് ഇദ്ദേഹം ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം ഇവർ എഗ്രി ചെയ്തതാണ്. ഇത് നിർമ്മാതാവും ഈ സംവിധായകനും ഇളയരാജക്ക് കൂടി എഗ്രി ചെയ്തതാണ്. ഇതിൻ്റെ ഫൈനൽ കോപ്പിറൈറ്റ്സ് അവകാശം ഇളയരാജക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെ ഇളയരാജക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിന് മാത്രമല്ല, ഈ അനിരുദ്ധ് പോലത്തുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകന്മാർക്കെതിരെയൊക്കെ ഇളയരാജ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ട് ഉപയോഗിച്ചിട്ടുള്ളതിന്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെതിരായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ കൺമണി അൻപോട് ആ ഗാനം ഇദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇവർ സിനിമയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ കമന്റ് പറയുന്നത് കാണാം, അതിന്റെ നിർമ്മാതാവിനല്ല അതിനുള്ള അവകാശം, ഇദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ രാജയെ വളരെ മോശപ്പെട്ട രീതിയിൽ ആക്രമിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്കൊക്കെ നിർമ്മാതാവിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനാണ് റൈറ്റ്സ് എന്നുള്ളൊരു കണ്ടീഷൻ ഇദ്ദേഹം വെക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ കൺമണി അൻപോട് എന്നുള്ള ഗാനം ഇളയരാജയോട് ചോദിക്കാണ്ട് സിനിമയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത്രയും കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള പടം അപ്പോൾ ഇവർക്ക് അറിയാണ്ടിരിക്കോ? ഒരിക്കലും ഇല്ലല്ലോ. ഇവർക്ക് അറിയാലോ ഇങ്ങനെ കോപ്പിറൈറ്റ്സിനെ പറ്റിയും ഇതിന്റെ നിയമത്തെ പറ്റിയൊക്കെ ഇവർക്ക് അറിയാം. അപ്പൊ ഇവരെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, ഇളയരാജയുടെ ഭാര്യയിൽ നിന്ന് ഇവര് കോപ്പിറൈറ്റ്സ് അവകാശം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഒരു ന്യായീകരണം. അപ്പൊ ഇതിന്റെ ഫൈനൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കോടതിയിൽ നിന്ന് തീരുമാനം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ നിയമം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഈ അടുത്തൊരു പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു കേസിൽ ആസ്പദമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്,
ഇദ്ദേഹം എല്ലാവരെക്കാട്ടിലും മുകളിലാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇദ്ദേഹം വെറൊരു സംഗീത സംവിധായകൻ മാത്രമാണ്, അതിലപ്പുറം ഒന്നുമില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതിയുടേത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കേസ് വിധിയായിട്ടില്ല. വിധിയായതിനു ശേഷം മാത്രമേ നമുക്ക് അതിലൊരു ഫൈനൽ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്, ഇത് എൻ്റെ ഗാനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള അധികാരമില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് കോടതി ഒക്കെ പോയിട്ട് ഫൈനൽ തീരുമാനമായിട്ട് നമുക്ക് ഇതിനുള്ള ഒരു ഡിസിഷൻ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇതിഹാസ സംഗീത സംവിധായകൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ഇതിഹാസത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല. ഇദ്ദേഹം അവകാശപ്പെടുന്നതിൽ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം സൃഷ്ടിച്ചൊരു ഗാനം ഇദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ നമുക്കൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിയിട്ട് റോയാലിറ്റി വാങ്ങിയിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇളയരാജയുടെ ഈ മഞ്ഞുമൽ ബോയ്സിനെതിരായിട്ടുള്ള ഈ കേസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.